അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷിയായ തെക്കേഭാഗം കുരിശുംതൊട്ടി ഒരു ലഘു വിവരണം. 1980-90 കാലഘട്ടത്തിൽ കാർഷിക വരുമാനം പ്രധാന സാമ്പത്തിക മാർഗമായിരുന്ന ഒരു ചെറിയ പ്രദേശമായിരുന്നു തിരുവൻവണ്ടൂർ സെന്റ് മേരീസ് കാനായപ്പള്ളിയുടെ തെക്കേഭാഗം. പമ്പാനദിയുടെ തീരപ്രദേശത്തോട് ചേർന്ന് പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളും കരിമ്പിൻ കൃഷികളും ഉൾക്കൊള്ളുന്ന ആത്മബന്ധവും ഐക്യവും നിറഞ്ഞ ഒരു ഗ്രാമാന്തരീക്ഷം അവിടെ നിലനിന്നിരുന്നു. പുതുക്കി പണി കഴിപ്പിച്ച ഇടവക പള്ളിയുടെ വിപുലമായ കൂദാശയ്ക്ക് ശേഷം ഒരു സായാഹ്നത്തിൽ ദിനപ്രയത്നങ്ങൾക്ക് ശേഷം കൂടിച്ചേർന്ന് കുശലം പങ്കുവച്ചുകൊണ്ടിരുന്ന തദ്ദേശവാസികളിൽ നിന്നാണ് ഒരു ആലോചന ഉദിച്ചത്. നമുക്കിവിടെ ഒരു കുരിശുംതൊട്ടിയും ഉണ്ടാക്കിക്കൂടെ? അതിന് അനുയോജ്യമായ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചപ്പോഴേ സ്ഥല ഉടമയായ ശ്രീ തുണ്ടത്തിൽ കുഞ്ഞച്ചൻ ദൈവമാതാവിന്റെ നാമത്തിൽ കുരിശുംതൊട്ടി നിർമ്മിക്കാനായി ആവശ്യമായ ഭൂമി സന്തോഷത്തോടെ വിട്ടുനൽകുവാൻ സന്നദ്ധനായി. ഈ നല്ല കാര്യം അന്നത്തെ ഇടവക വികാരിയായിരുന്ന എത്രയും ബഹുമാനപ്പെട്ട പ്രസാദ് കോവൂർ അച്ഛനെ അറിയിക്കുകയും ഇടവക പള്ളിയുടെ അനുമതി നേടുകയും ചെയ്തു. കാർഷിക വരുമാനം പ്രധാന വരുമാന ആശ്രയമായിരുന്ന ആ പ്രദേശത്തെ വിശ്വാസികൾക്ക് കുരിശുംതൊട്ടിയുടെ നിർമ്മാണം വലിയൊരു സാമ്പത്തിക വെല്ലുവിളിയായിരുന്നു. എങ്കിലും വിശ്വാസവും ഐക്യവും കൈകോർത്ത് അവർ മുന്നോട്ട് നീങ്ങി നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ആദ്യം ഒരു താത്കാലിക കുരിശുംതൊട്ടി വികാരിയച്ഛന്റെ ആത്മീയ നേതൃത്വത്തിൽ അവിടെ സ്ഥാപിച്ചു. തുടർന്നുള്ള നാളുകൾ പണസമാഹരണത്തിന്റെ ദിനങ്ങളായിരുന്നു. എല്ലാ ദിവസവും സന്ധ്യാനേരങ്ങളിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നവർ താത്കാലിക കുരിശുംതൊട്ടിയുടെ ചുറ്റും കൂടി തങ്ങളാൽ കഴിയുന്ന കാർഷികോൽപ്പന്നങ്ങൾ ലേലത്തിൽ വിട്ടുകൊടുത്ത് കുരിശുംതൊട്ടിയുടെ നിർമ്മാണത്തിനായി സംഭാവന നൽകി. തുടർന്നുണ്ടായ ക്രിസ്മസ് കരോൾ പരിപാടികളിൽ സഭാവ്യത്യാസമില്ലാതെ ആബാലവൃത്തം ജനങ്ങൾ പങ്കെടുത്തു. ഇതുവഴി ആവശ്യമായ ധനം ക്രമാതീതമായി സ്വരൂപിക്കപ്പെട്ടു. കൂടാതെ ആ പ്രദേശത്തുള്ള വിശ്വാസികൾ കയ്യും മെയ്യും മറന്ന് സാമ്പത്തികമായും ശാരീരികമായും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. വളരെയധികം ത്യാഗവും പരിശ്രമവും സഹിച്ച് 1985-86 കുരിശുംതൊട്ടിയുടെ നിർമ്മാണം ഇന്ന് കാണുന്ന 3 നിലയിൽ പൂർത്തീകരിച്ചു. കുരിശുംതൊട്ടിയുടെ ഉൾവശത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ തക്ക വിധത്തിൽ ഒരു ത്രോണോസും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ കുരിശുംതൊട്ടിയുടെ ഒരു സവിശേഷത. അന്നു മുതൽ ഇന്നുവരെയും ജാതിമത വ്യത്യാസമില്ലാതെ ദേശവാസികൾക്കും അതുവഴി യാത്ര ചെയ്യുന്നവർക്കും പ്രാർത്ഥനയുടെയും ആശ്വാസത്തിന്റെയും അഭയകേന്ദ്രമായി ഈ കുരിശുംതൊട്ടി നിലകൊള്ളുന്നു. നിരവധി ആളുകൾക്ക് സഭാവ്യത്യാസമില്ലാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാട്ടിത്തന്ന ഈ കുരിശുംതൊട്ടി മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായി നിലകൊള്ളുന്നു. സുറിയാനി ക്രിസ്ത്യാനികളുടെ തനത് കലാരൂപമായ മാർഗംകളിയും പരിചമൂട്ടുകളിയുടെയും പ്രഭവ കേന്ദ്രം കൂടിയായിരുന്നു ഈ തെക്കേഭാഗം കുരിശുംതൊട്ടി. 40 വർഷങ്ങൾക്ക് മുൻപ് പൂർവികർ മുൻകൈയെടുത്ത് നിർമ്മിച്ച ഈ കുരിശുംതൊട്ടിയിൽ നിന്നും ഇടവകയുടെ പ്രധാന പെരുന്നാൾ 2026 ജനുവരി മാസം 31 തദ്ദേശവാസികളായ ഇളം തലമുറക്കാർ ഏറ്റെടുത്ത് ഭക്തിപൂർവ്വം നടത്തുമ്പോൾ മൺമറഞ്ഞു പോയവരും ഇന്നും ജീവിച്ചിരിക്കുന്നവരുമായ നമ്മുടെ പിതാക്കന്മാർ അതിൽ ഏറെ സന്തോഷിക്കുന്നുണ്ടാവും. ദൈവമാതാവിന്റെ അനുഗ്രഹം ഈ മഹത്തായ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നവരിലും അതിൽ പങ്കുചേരുന്ന സർവ്വജനങ്ങളിലും സമൃദ്ധമായി വർഷിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.